അങ്ങനെ ഇതാ ഗൂഗിൾ പേയിലും നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ഓപ്ഷൻ വന്നിരിക്കുകയാണ്. ഇനി മുതൽ പേയ്മെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ പിൻ നമ്പറിൻ്റെ ആവശ്യമില്ല, ഫിംഗർ പ്രിൻറ്റ് മാത്രം മതി. ഇതിനു മുമ്പ് ഫോൺ പേ അതുപോലെ തന്നെ പേടിഎം പോലുള്ള ആപ്ലിക്കേഷനിൽ ഈ ഒരു ഓപ്ഷൻ വന്നിരുന്നു. പക്ഷേ ഗൂഗിൾ പേയിൽ ഇതുവരെ ആ ഒരു ഓപ്ഷൻ നിലവിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴുള്ള ഗൂഗിൾ പേയുടെ പുതിയ അപ്ഡേറ്റിൽ ഈ ഒരു ഓപ്ഷൻ അവതരിപ്പിച്ചിരിക്കുകയാണ് ഗൂഗിൾ പേ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേയിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഉടനെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്കും ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കും. എന്താണ് ഇതിൻ്റെ പ്രത്യേകത, എവിടെയാണ് ഈ ഓപ്ഷൻ ഉള്ളത്, എങ്ങനെയാണ് ഇത് എനേബിൾ ചെയ്യുക എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നമുക്ക് ഗൂഗിൾ പേ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ബാങ്ക് അക്കൗണ്ട് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ഇവിടെ കാണാൻ സാധിക്കും. ഏത് അക്കൗണ്ടിനാണ് നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഏറ്റവും താഴെ പുതിയൊരു ഓപ്ഷൻ വന്ന് കിടക്കുന്നതായി കാണാൻ സാധിക്കും. ന്യൂ എന്ന് എഴുതിയിട്ട് മാനേജ് ബയോമെട്രിക് എന്ന ഓപ്ഷൻ, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക, അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് 5000 രൂപ വരെ ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം, ട്രാൻസാക്ഷൻ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. അക്സെപ്റ്റ് ആൻഡ് സെറ്റപ്പ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ട്രാൻസാക്ഷൻ പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി കാണിക്കും. അത് കൃത്യമായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എനേബിൾ ആകും. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ അത് വെരിഫൈ ആയി കഴിഞ്ഞു, ഓൺ ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ ആർക്ക് പൈസ അയക്കുമ്പോഴും, അതായത് 5000-ന് താഴെ ആർക്ക് പൈസ അയക്കുമ്പോഴും പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു വ്യക്തി ഇവിടെ തിരഞ്ഞെടുത്തു. എന്നിട്ട് എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് അയച്ചു കൊടുക്കേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ ബയോമെട്രിക് ആഡ് ചെയ്ത ആ ഒരു ബാങ്ക് അക്കൗണ്ട് തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് പേ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കും. കണ്ടോ, ഫിംഗർ ആഡ് ചെയ്ത ഉടനെ തന്നെ ആ പൈസ പേയ്മെൻ്റ് ആകും. ഇതുപോലെ തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും 5000-ന് താഴെ നമുക്ക് ഫിംഗർ ഉപയോഗിച്ചിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും. ഇനി ഇത് ഓഫ് ചെയ്യണം, നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വേണ്ട എങ്കിൽ നേരെ ബാക്ക് വരിക, അതേ ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഞാനിപ്പം ബാക്ക് വരികയാണ്. എന്നിട്ട് വീണ്ടും ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യുക. ഏത് ബാങ്കിലാണ് നിങ്ങൾ ഫിംഗർ പ്രിൻറ്റ് ആഡ് ചെയ്തിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക. ഏറ്റവും താഴെ കാണുന്ന മാനേജ് ബയോമെട്രിക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും യെസ് ഡിസബിൾ എന്ന്, അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അതിപ്പോൾ ഓഫിലായിരിക്കും ഉണ്ടാകുക. പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബയോമെട്രിക്കോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റോ ചോദിക്കില്ല. ഓക്കെ, ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.